ഹായ് ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ ആദ്യകാലം മുതൽ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു മില്ലറ്റാണ് കമ്പു എന്ന് പറയുന്നത്. അതൊരു വളരെ വിലക്കുറവായിട്ടും വളരെ എന്നാൽ ഹെൽത്തിന് ഒത്തിരി നല്ലതുമായിട്ടുള്ള ഒരു മില്ലറ്റാണ്. ഇത് ചെറുപയറും കൂടെ ഇട്ടിട്ടാണ് വറുക്കുന്നത്. ഇത് ശിവരാത്രിക്ക് ഉണ്ടാക്കുന്ന ഒരു നിവേദ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഞാനപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോവും ബാക്കിയെല്ലാം കാണിക്കും. അത് കാരണം ഫോളോ ചെയ്ത് കാണുക. ഇതൊക്കെ വളരെ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്കിത് എത്തിച്ചു തരുന്നത് നമ്മളെ കേരളത്തിലും ഇതുള്ള അവിടുത്തെ മക്കൾക്കും ഇത് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിതിനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഈ മില്ലറ്റ് വളരെ നല്ലതാണ്. കമ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ബാക്കിയും കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, കമ്പു ഞാൻ പറഞ്ഞില്ലേ, ആ മില്ലറ്റും ചെറുപയറും കൂടെ വറുത്ത് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിരിക്കുവാണ്. ഒത്തിരി അങ്ങ് പൊടിച്ചിട്ടില്ല, ചെറിയ ഒരു തരിതരിപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. ഈ മില്ലറ്റ് എപ്പോഴും അങ്ങനെ തന്നെയാണ് പൊടിച്ച് പല പല വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ പലതും ചെയ്യുമ്പോഴും അങ്ങനെയാണ്. വഴിയെ ബാക്കിയും കൂടെ ഒന്ന് കണ്ടോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബാക്കിയും കാണണേ ഫ്രണ്ട്സ്. ഞാൻ ആ മില്ലറ്റിൻ്റെ അടുത്ത സെക്ഷനായിട്ടുള്ളതിനാണ് പോണത്. ഇവിടെ എനിക്കിന്ന് സഹായിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത് മില്ലറ്റ് വന്നിട്ട് നമുക്ക് 1 കിലോളാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശർക്കരപ്പാനി വന്നിട്ട് ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഒത്തിരി നമ്മളിത്തിരി കട്ടിക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോവും. പിന്നെ നമുക്ക് കഴിക്കാൻ തന്നെ പാടായിപ്പോവും. എന്താ ചേച്ചി ഒഴിക്കണത് തന്നെ ഇത്തിരി ചൂടോടുകൂടിയാണ്. അതുകൊണ്ട് തുണി കൊണ്ട് പിടിക്കണണ്ട അങ്ങനെയാണ്. എന്നിട്ട് ഇത് നമ്മൾ അപ്പുറത്തെ സൈഡ് ഇതിൻ്റെ ബാക്കിയും വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഇളം ചൂടാക്കി തന്നെ ഒഴിക്കുന്നത്. അത് ഒട്ടും തന്നെ നമുക്ക് കട്ടിയാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ ബാക്കി ആ പാത്രത്തിലുണ്ടായിരുന്നാലും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടും തന്നെ നമുക്ക് കട്ടിയാവാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആകുമ്പോൾ ഒത്തിരി ഹാർഡായി പോകുന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നല്ല മണമാണ് കേട്ടോ. ഈ കമ്പനി തന്നെ ഞാൻ പലപ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല മണമാണ്. ഇത് പോരാത്തതിന് വറുത്തിട്ടുണ്ട്. വറുത്തത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, വറുത്തത് കൊണ്ട് ഇതിന് നല്ല മണമാണ്. അപ്പം പിന്നെയും ഇത്തിരി വെള്ളം ചൂടാക്കിയാണ് ഉണ്ട പിടിക്കാനായിട്ട് എടുക്കുന്നത്. ഇത്തിരി ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് ഉണ്ട പിടിക്കണം കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നാടൻ പലഹാരങ്ങളും ആരോഗ്യമായിട്ടുള്ള പലഹാരങ്ങളും നല്ല മണമാണ്. ഏലക്കയോ ചുക്കോ ഒന്നും ഇട്ടിട്ടില്ല. ഈ കമ്പിൻ്റെ മണം തന്നെ നമ്മളെപ്പോഴും ഞാൻ പറയാറില്ലേ, എന്താണോ ചെയ്യുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടത്. വേറെ മണങ്ങൾ അധികം ഒന്നും തന്നെ നല്ല മണമുണ്ട് കേട്ടോ ഇവിടെ. താങ്ക് യു. ബാക്കിയും കൂടെ കാണണേ. ഇതുപോലത്തെ നല്ല വിഭവങ്ങളായിരിക്കും ഞാൻ ഇടുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക. ഇനിയും ഒത്തിരി ഞാൻ കാണിക്കാനുണ്ട്. ആരോഗ്യമായിട്ടുള്ളതിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട്സ്. നമ്മളുടെ കമ്പ് കൊണ്ടിട്ടുള്ള മധുരമായിട്ടുള്ളത് പലഹാരം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, വേണ്ട കൈ കുഴിയണത്. പക്ഷേ ഇതിങ്ങനെ ചെയ്താലാണ് ഒരു ദിവസം കൂടെ ആകുമ്പോഴേക്കും അത് നല്ല കറക്റ്റ് ഭാഗത്ത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു വിഭവവും ആരോഗ്യവും എന്നാൽ നമ്മൾ സ്വീറ്റായിട്ടും നമുക്ക് കിട്ടുന്നത് ഒരു ഇതുമാണ്. ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടല്ലോ, കമ്പ് വറുത്തതും പിന്നെ പൊടിച്ച് പിന്നെ ശർക്കരപ്പാനി നമ്മൾ ലൂസാക്കി ആ ചെയ്യുന്ന വിധം മൊത്തം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇതുപോലത്തെ ആരോഗ്യവും എന്നാൽ വളരെ ഈസിയുമായിട്ടുള്ള വിഭവങ്ങളായിരിക്കും ഞാൻ ഇടുന്നത്. പുതിയ പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തും. ഇതുപോലത്തെ മില്ലറ്റ്സ് ഇന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ത്യയുടെ പാരമ്പര്യമായിട്ടുള്ള ധാന്യങ്ങളാണ്. ഇതൊക്കെ ചെറുധാന്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന നമ്മളെ വീട്ടുമുറ്റങ്ങളിൽ നമ്മളുടെ തോട്ടത്തിൽ നമ്മളുടെ പാടത്തൊക്കെ ഉണ്ടാവുന്നതാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ നല്ല വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയറും ചെയ്യണം. എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കേണ്ട ഒരു കടമ ഉള്ളതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.